ബി വിനോദും ടി ജി സജിത്തും ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ പാർട്ടിയുടെ ഡിഫൻസ് അതാണ്. കാരണം CPM-ൽ ഇതുമായി ഇത്തരം പരാതികൾ CPM-നെ തേടി വരുമ്പോൾ, പാർട്ടിക്ക് പരാതി കൊടുക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ കൈകാര്യം ചെയ്യുകയാണ്, നിയമവഴിയിലേക്ക് പോകുന്നില്ല. അത് പലപ്പോഴും നേതാക്കളെയൊക്കെ കുറ്റവിമുക്തരാക്കുകയാണ് പതിവ് പാർട്ടിപരമായി. പക്ഷേ കോൺഗ്രസ് വളരെ കൃത്യമായി പരാതി ഇന്ന് ഉച്ചയ്ക്ക് ലഭിക്കുന്നു, പെട്ടെന്ന് തന്നെ പോലീസ് നൽകുന്നു. അതൊരു കൃത്യമായ ഡിഫൻസ് തന്നെയല്ലേ? രഞ്ജിത്ത്, ഇപ്പോൾ TG സൈത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈത്ത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നും KPCC പ്രസിഡന്റ് ഈ പരാതി DGPക്ക് കൈമാറി എന്ന് പറയുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തണുപ്പൻ നിലപാടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ അത് വേഗത്തിലായിട്ടുണ്ട്. എങ്കിലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന നിലയിലാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ TG കാണുന്നത്? വിനോദ്, എനിക്ക് തോന്നുന്നു ചിത്രം മാറുകയാണ്. ഇതുവരെ രാഹുലിന് സമാന്തരമായി ചില സംരക്ഷണമൊക്കെ കോൺഗ്രസ് നൽകിയിരുന്നെങ്കിൽ ഇനി ആ സംരക്ഷണം പരസ്യമായി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അതാണ് ഇപ്പോൾ പ്രതികരിച്ച നേതാക്കളുടെ എല്ലാം നിലപാടിലുണ്ടാവുന്നത്. അതിൽ നിയമപരമായ കോൺഗ്രസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നേരിട്ട് പാർട്ടിക്ക് പരാതി കിട്ടിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഇനി ഒരർത്ഥത്തിലും ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, സസ്പെൻഷനിലാണ്, ആ നേതാവിനെതിരെ ഇനി നടപടിയുടെ ആവശ്യമില്ല എന്ന നിലപാടെടുക്കാൻ കഴിയില്ല. മറിച്ച് കൃത്യമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന ആവശ്യം ഒരുപക്ഷെ പരസ്യമായി ഉന്നയിച്ചേക്കാം. അതല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, ഇപ്പോൾ സസ്പെൻഷനാണ്, അത് പുറത്താക്കി എന്ന പ്രഖ്യാപനം നടത്തി കടുത്ത പരാമർശങ്ങൾ തന്നെ നേതാക്കൾക്ക് നടത്തേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ പരാതി ഗൗരവതരം എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ സ്ഥിരീകരിച്ചു. നേരത്തെയും പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരായ നിലപാടാണ്. എന്നിരുന്നാലും കൂടുതൽ പരസ്യ നിലപാടിലേക്ക് വന്നില്ല. എന്നാൽ മറ്റ് രാഹുലിന് അല്പമെങ്കിലും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത നേതാക്കളെല്ലാം നിലപാട് മാറ്റിക്കഴിഞ്ഞു. കാരണം KPCCക്ക് നേരിട്ട് പരാതി കിട്ടിക്കഴിഞ്ഞു. സ്വാഭാവികമായും എടുക്കേണ്ട നടപടി എടുക്കണം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഈ കാലഘട്ടം, ഈ പ്രതിസന്ധി. അതുകൊണ്ട് നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ഇനി അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളിലെങ്കിലും രാഹുലിനെതിരെ നടപടിയെടുത്തു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് തയ്യാറാവേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് തന്നെ ഒരു കടുത്ത നടപടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞിരുന്നത് രാഹുൽ ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല, കാരണം സസ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ അവിടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സജീവമായതിന് പിന്നിൽ ഒരു കൂട്ടം നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഇത് ഇനി നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു സൈബർ ഇടത്തെ പ്രതികരണമായിരിക്കും പ്രസക്തമാവുന്ന കാര്യം. കാരണം കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, K മുരളീധരനെ പോലെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് ഒന്നുകൂടി ഊർജിതമായി എടുത്തവരാണ്. ഇവർക്കെതിരെ സൈബർ ഇടത്തു നിന്നും വലിയ ആക്രമണം ഉണ്ടായിരുന്നു. രാഹുൽ അനുകൂലികൾ ശക്തമായ നീക്കങ്ങൾ സൈബർ ഇടങ്ങളിൽ നടത്തിയിരുന്നു. അത്തരം ആളുകൾ ഇനി എന്ത് നിലപാടെടുക്കും? ഇത്തരം ആളുകളെ തുറന്നു പറയാൻ, ഇവരെ തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറാകുമോ? അത്തരം നീക്കമുണ്ടാകുമോ എന്ന പ്രസക്തമായ കാര്യമാണ്. എന്നു മാത്രമല്ല, രാഹുലിനെ പിന്തുണച്ചിരുന്ന, വിനോദ് സൂചിപ്പിച്ച രാഹുലിനെ പിന്തുണച്ചിരുന്ന പാലക്കാടുള്ള ചില നേതാക്കൾ, ഇവരൊക്കെ എടുക്കാൻ പോകുന്ന നിലപാട് പ്രസക്തമാണ്. അതിനുമപ്പുറം ഷാഫി പറമ്പിൽ എന്തുകൂടി പറയുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഒരുപക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ നിലപാട് വന്നേക്കാം. ഇനി ഒരർത്ഥത്തിലും രാഹുലിനെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതുവരെ ന്യായീകരിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ എടുക്കാനുള്ള നിലപാടുകൾ എടുത്തു കഴിഞ്ഞു, ഇനി മറ്റൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന വാദം കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ വാദം പോരാ, കൂടുതൽ കടുത്ത നിലപാട് പ്രഖ്യാപിച്ചേ മതിയാവൂ. അതാണ് അവശേഷിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടി. വിഷയം കത്തിച്ചു നിർത്താൻ LDF ശ്രമിക്കുന്നു, CPM ശ്രമിക്കുന്നു എന്നുള്ളൊരു വാദം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ഒരു വശത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. TG അങ്ങനെ കരുതുന്നുണ്ട്? ഇത് സ്വാഭാവികമാണ്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം അത് തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയെ മറികടക്കാൻ വേണ്ടി, ആ ആക്ഷേപം മറികടക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തെ ഉപയോഗിക്കുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ ആക്ഷേപത്തിനപ്പുറം കൂടുതൽ പ്രസക്തമാവുകയാണ് ഈ പരാതിയോടുകൂടി എന്ന സാഹചര്യമാണ്. കാരണം ഈ ആദ്യ പരാതി, ആ പരാതിക്കാരി അതിജീവിത, അവർക്ക് പിന്നിൽ CPM ആണ്. ഇത്തരം വാദങ്ങളൊക്കെ നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. പക്ഷേ അതിനപ്പുറം ഈ ഒരു പരാതി കൂടി ഉയരുമ്പോൾ അതിന് പിന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി, ഇദ്ദേഹം സമാനമായ നിരവധി കേസുകൾ മുമ്പുമുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് വരികയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതേ സ്വഭാവം മറ്റു പലരോടും അദ്ദേഹം കാട്ടിയിട്ടുണ്ട് എന്ന ആക്ഷേപം കൂടി ശരിവെക്കുന്ന ഈ പരാതി മാറുകയാണ്. അപ്പോൾ കോൺഗ്രസിന് നടപടിയെടുത്തേ മതിയാവൂ. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ട്. അപ്പോൾ നടപടി തീർച്ചയായും കാണിക്കേണ്ടി വരും. ഒരു കാര്യം കൂടിയുള്ളത്, നേരത്തെ കിട്ടിയ പരാതിയിൽ നടപടിയെടുത്തില്ല എന്ന ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ വീണ്ടും പരാതി നൽകിയത് എന്ന് ഈ പരാതിക്കാരി പറയുന്നു കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ പിന്നോട്ട് പോവുക സാധ്യമല്ല. അത് നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും തുറന്ന് പറയാൻ, തള്ളിപ്പറയാൻ നേതാക്കൾ ഇനി തയ്യാറാണ്.
മാത്രമല്ല ആദ്യം ഈ പരാതി വന്നപ്പോൾ ശക്തമായ നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവാണ്. വലിയ സൈബർ ആക്രമണം, ടി ജി പറഞ്ഞതുപോലെ തന്നെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ മുരളീധരൻ ഇവർക്കപ്പുറത്തേക്ക് സീനിയർ നേതാക്കൾ കെ സുധാകരൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം വളരെ വലിയ തോതിൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ ചില മയപ്പെടുത്തലുകൾ വരുത്തി. എന്തുകൊണ്ടാകും ഇത്രയും വലിയ സീനിയർ നേതാക്കൾ ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു പേര്, ഇങ്ങനെ ഒരു ഗർഭചിത്രം പോലുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ഒരു വ്യക്തിയിൽ തട്ടി ഒരു പാർട്ടി മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലും ആ യുവ നേതാവിനെ സംരക്ഷിക്കുന്നു? അത് കെ സുധാകരൻ്റെ പ്രസ്താവനയാണ് വിനോദ് സൂചിപ്പിച്ചത്. ശരിയാണ്, കെ സുധാകരൻ ആ നിലപാടെടുത്തത്. പിന്നീട് അദ്ദേഹം ചില തിരുത്തലുകൾ ആ നിലപാടിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും സുധാകരൻ്റെ നിലപാട് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നത് ആക്ഷേപം അന്ന് തന്നെ അത് ആ നീക്കത്തിൽ ഒരു അസാധാരണത്വം പലരും കണ്ടതാണ്. എന്തായാലും സുധാകരൻ ആ നിലപാടിൽ നിന്ന് പിന്നിട്ട് പോയി എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സുധാകരൻ അടക്കം അത്തരം നിലപാടെടുത്തതിന് കാരണം ഒരു പക്ഷേ സൈബർ എടുത്ത പ്രത്യേക നീക്കങ്ങൾ കൂടിയാവാം. കാരണം സുധാകരന് അനുകൂലമായി നിൽക്കുന്ന സൈബർ ഇടത്തെ അനുകൂലികളാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലികളായി പിന്നീട് മാറിയത് എന്നതാണ് കോൺഗ്രസിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനം സുധാകരൻ്റെ വാക്കുകളിൽ കൂടി വന്നതാവാം. എന്തായാലും സുധാകരൻ്റെ ആ നിലപാട് മറ്റു നേതാക്കൾക്കില്ല. സുധാകരനപ്പുറം കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വലിയ ശക്തിയായി നിൽക്കുന്ന നേതാക്കളല്ല വി ഡി സതീശനാവട്ടെ, സണ്ണി ജോസഫ് ആവട്ടെ, കെ മുരളീധരനാവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, ഇവരെല്ലാം കടുത്ത നിലപാടിൽ തന്നെയാണ്. കാരണം അവർക്ക് തള്ളിപ്പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുകയാണ്. മാത്രമല്ല 6 ദിവസമായി രാഹുൽ മാങ്കൂട്ടം എവിടെയെന്നറിയില്ല, പോലീസ് അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല ഈ രാഹുൽ ഒളിവിൽ കഴിയുന്ന ഓരോ ദിവസവും കോൺഗ്രസിനുണ്ടാക്കുന്ന രാഷ്ട്രീയ ക്ഷീണം വളരെ വലുതാണ്. ഒരുപക്ഷെ പോലീസ് ഒത്തുകളിക്കുകയാണ്, പോലീസ് മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ചടുലമായ നീക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം. അവിടേക്കാണ് ഇത്തരം പ്രതിസന്ധികൾ കയറി വരുന്നത്. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിന് ഇത് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. മറ്റൊരു കാര്യം, ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിൽ നിന്ന് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഒരു രാജകീയ പരിവേഷമായിരുന്നു, ഹീറോ എന്നുള്ള നിലയിലായിരുന്നു വാഴ്ത്തപ്പെട്ടത്. പക്ഷേ അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു കൂട്ടുകുത്തലിലേക്ക് ഒരു രാഷ്ട്രീയ ജീവിതം ചെന്ന് വീഴുന്നത്. പക്വതയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റമായി കാണുന്നോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡാണോ അയാൾക്കുള്ളത്? എന്താണ് ടി ജിക്ക് തോന്നുന്നത്? ഈ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികളും നേരെ നിലവിൽ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് സൈബർ ഇടത്തെ വികാരപ്രകടനം നേതാക്കളുടെ അവരുടെ വിലയിരുത്തലായി മാറി അത്തരം നിലപാടുകളിലേക്ക് പോകുന്നു എന്ന ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടവും പലപ്പോഴും കേട്ട ഒരു ആക്ഷേപവും അതുതന്നെയാണ്. കാരണം സൈബർ ഇടത്ത് കൊണ്ടുകൂടി ഉയർന്നു വന്ന ഒരു നേതാവാണ്, അതിനപ്പുറത്തേക്ക് പക്വതക്കുറവുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് വലിയ പരിഗണന കിട്ടി. എന്തുകൊണ്ട് പാലക്കാട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടി എന്നതുപോലും കോൺഗ്രസ് ചർച്ചയായതാണ്. പക്ഷേ പാലക്കാട് ഒരു വലിയ മാർജിൻ വിജയം ഉണ്ടായതുകൊണ്ടാണ് അതൊന്നും യഥാർത്ഥത്തിൽ ചർച്ചയാവാതെ പോയത്. അല്ലെങ്കിൽ വലിയ വിവാദം ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരു വ്യക്തി പാലക്കാട് തനിക്ക് ഒരു പരിചയവുമില്ലാത്തൊരു മണ്ഡലത്തിൽ പോയി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്നതിന്. പക്ഷേ അവിടെ വലിയ മാർജിൻ വിജയം ഉണ്ടായതോടുകൂടി ആ ചർച്ചയൊക്കെ അസ്തമിച്ചു. എന്തായാലും ഇനി ആ ചോദ്യങ്ങൾ ഉയർന്നു വരും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം CPM കേന്ദ്രങ്ങളടക്കം ഇപ്പോഴും ഹെഡ് മാസ്റ്റർ എന്ന് പരാമർശം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആക്ഷേപം പാർട്ടിക്കകത്തും ഉയർന്നു വരുമോ എന്ന പ്രസക്തമായ കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷേ രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റവും ട്വിസ്റ്റുമൊക്കെ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസിൽ അത് തന്നെയായിരിക്കും. ഇപ്പോൾ വിട്ടുകളയാൻ പാടില്ലാത്ത ഒരാളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്. അദ്ദേഹം വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാൻ വന്നതാണ്. സീമാജി നായരെ പോലുള്ള ഈ സിനിമാ മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ വളരെ ബ്ലൈൻഡായിട്ട് വന്നിട്ട് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പരിധി വിട്ട് പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് വന്നിരുന്നു. അവിടെയും ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ്. നേതാക്കൾക്കൊക്കെ വലിയ പേടിയാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ. തീർച്ചയായും ഈ രാഹുൽ, എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിന് പിന്നാലെ ഇനി സന്ദീപ് വാര്യർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഒപ്പം തന്നെ ഈ പരാതിയിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു പേരുകാരൻ. ഇദ്ദേഹം തന്നെ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പട്ടി വിവാദത്തിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇവർക്കെതിരെയൊക്കെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ നിലവിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാവും. അത് സന്ദീപ് വാര്യരുടെ അറസ്റ്റിലേക്ക് പോകുമോ എന്നാണ് അറിയാനുള്ള കാര്യം. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന മറ്റൊരു വിഷയം കൂടിയായി മാറും. വിനോദ്, ഇതിനിടയിൽ നാളെ ഈ ജാമ്യ ഹർജി, മുൻകൂർ ജാമ്യ കക്ഷി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കാൻ പ്രോസിക്യൂഷന് മുന്നിലുള്ള ഏറ്റവും വലിയ മറ്റൊരു ആയുധം കൂടിയായി ഈ പുതിയ പരാതി മാറുകയാണ്. അങ്ങനെയെങ്കിൽ അത് കോടതിയെ സ്വാധീനിക്കപ്പെടാം. ഒരുപക്ഷേ രാഹുലിൻ്റെ അഡ്വക്കേറ്റും മറ്റും ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ, ജാമ്യ ഹർജിയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടായെങ്കിൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പരാതി ഇതിൽ സങ്കീർണമാണ്. അതൊരു പക്ഷേ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത അറിയാം. ഒരു FIR ആവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നമാവും. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ
തന്നെയാണ്. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഈ പരാതി വലിയ കുരുക്കായി മാറാവുന്ന ഒന്ന് തന്നെയാണ്. ആദ്യത്തെ പരാതി FIR, അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് രാഹുലിനൊപ്പമുള്ളവർ വിശ്വസിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രണ്ടാമത്തെ പരാതി വരുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്ന് തന്നെയാണ് ആ പെൺകുട്ടി ഇന്നത്തെ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്, KPCCക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ സുപ്രധാനമായൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകണം. FIR രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണം. പരാതിക്കാരുടെ നിലപാട് അതിൽ നിർണായകമാണ്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു FIR കൂടി വരാനുള്ള എല്ലാ സാഹചര്യവും തെളിഞ്ഞു വരികയാണ് രഞ്ജിത്ത്.